കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് അപ്ഡേറ്റുകൾ കിട്ടുന്ന വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യൂ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കമോൺ. 6ാം ആഴ്ചയിലെ 2ാം ദിവസമായ ഇന്ന് 16 ഏപ്രിൽ 2024. ഇപ്പോൾ സമയം രാവിലെ 10 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റ് വോട്ടിംഗ് ട്രെൻഡാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ലാസ്റ്റ് വീക്ക് എവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആദ്യ 9 പേര് തന്നെയാണ് ഈ ആഴ്ചയും നോമിനേഷൻ ഉള്ളത്. നിങ്ങളൊരു ജിൻഡോ ഫാൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് തരൂ. നിങ്ങളൊരു അഭിഷേക്, ശ്രീതു, ഋഷി, നോറ എന്നിവരുടെ ഫാൻ ആണെങ്കിൽ മറക്കാതെ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തും. നമുക്ക് നോക്കാം ലൈക്ക് ആണോ കമൻസ് ആണോ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന്. മാത്രമല്ല ലാസ്റ്റ് വീക്ക് ശരണ്യയും ജാൻമണിയും പുറത്തായിരുന്നു. വിഷു ആയതുകൊണ്ട് തന്നെ അവരെ തിരികെ വിളിക്കുകയാണ് ചെയ്തത്. ഈ ആഴ്ച ആരാണ് ഈ 9 പേരിൽ പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത? അത് കൂടി ഒന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം ആരുടെ പേരാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് അൺഒഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിൻഡോ തന്നെയാണ് 1ാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജിൻഡോ തന്നെയാണോ 1ാം സ്ഥാനത്ത് ഒഫീഷ്യൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റ് രണ്ടിലും? അതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തൂ. ജിൻഡോ ആണ് 1ാം സ്ഥാനത്ത് 51,849 വോട്ടുകൾ. അഭിഷേകാണ് 2ാം സ്ഥാനത്ത് 51,609 വോട്ടുകൾ. ശ്രീതുവാണ് 3ാം സ്ഥാനത്ത് 39,133 വോട്ടുകൾ. ഋഷി 4ാം സ്ഥാനത്ത് 35,559 വോട്ടുകൾ. നോറയാണ് 5ാം സ്ഥാനത്ത് 30,176 വോട്ടുകൾ. അൻസിബയാണ് 6ാം സ്ഥാനത്ത് 16,410 വോട്ടുകൾ. 7ാം സ്ഥാനത്ത് ശ്രീരേഖയാണ് 11,062 വോട്ടുകൾ. 8ാം സ്ഥാനത്ത് ശരണ്യയാണ് 7,354 വോട്ടുകൾ. 9ാം സ്ഥാനത്ത് ജാൻമണിയാണ് 7,120 വോട്ടുകൾ. ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ കിട്ടുന്നുണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ. മറ്റുള്ളവർക്ക് ഇടുന്നുണ്ട് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ശുഭദിനം. ബൈ.